പ്രതിപാദിക്കുന്ന വിഷയം ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി എന്നുള്ള വിഷയമാണ്. ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി? അവസരങ്ങൾ ലഭിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഒരു വ്യക്തിക്ക് എത്രമാത്രം അവസരങ്ങൾ ലഭിക്കുന്നുവോ അത്രയും ഭാഗ്യവാനാണവൻ. എന്തിനുള്ള അവസരം അതുകൂടി പറയണം, എന്നാലേ ശരിയാവുള്ളൂ. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ എത്രമാത്രം ലഭിക്കുന്നുവോ അത്രയും ഭാഗ്യവാനാണ് ആ വ്യക്തി, അത്രയും ഭാഗ്യവതിയാണ് ആ വ്യക്തി. അവസരങ്ങൾ ലഭിക്കുന്നവൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ ശരിയാവില്ല. തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നവൻ ഒരിക്കലും ഭാഗ്യവാനല്ല. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നവൻ ഭാഗ്യവാൻ, ലഭിക്കുന്നവൾ ഭാഗ്യവതി. ഈ വ്യക്തി, ഭാഗ്യവാനായ ഈ വ്യക്തി എപ്പോഴാണ് ഒരു വിജയിയായിത്തീരുന്നത്? കിട്ടിയ അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ, കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അവൻ വിജയിയായിത്തീരുന്നത്. വിശുദ്ധ ബൈബിളിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്, താലന്തുകളുടെ ഉപമ. ഒരുത്തിന് 10, ഒരുത്തിന് 20, അല്ല ഒരുത്തിന് 10, ഒരുത്തിന് 5, ഒരുത്തിന് 2 താലന്തുകൾ കൊടുത്തു. അവർക്ക് അവസരം കിട്ടി. ആ താലന്തുകൾ ഉപയോഗിച്ച് നന്മ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി. അതുകൊണ്ട് അവർ 3 പേരും ഭാഗ്യവാന്മാരായിരുന്നു. എന്നാൽ 2 പേര് മാത്രമാണ് അത് ഉപയോഗപ്പെടുത്തിയുള്ളൂ. മൂന്നാമത്തവൻ അത് കുഴിച്ചിട്ടു. അതുകൊണ്ട് ആദ്യത്തെ 2 പേരും വിജയികളായി. യജമാനൻ അവരെ ശ്ലാഘിച്ചു. മൂന്നാമത്തവനോട് മോശമായിട്ട്, മോശമെന്ന് പറയാൻ പറ്റില്ല, മൂന്നാമത്തെ അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത്, ആ കൊടുത്തത് 2ഉം എടുത്തു മാറ്റി. കാരണം അവനത് ഉപയോഗപ്പെടുത്തിയില്ല, അവനത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് കാരണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, നമുക്ക് വിജയികളാകണോ വേണ്ടയോ? വിജയികളാകണമെങ്കിൽ നിങ്ങൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെ ഉപയോഗപ്പെടുത്താൻ അത് കിട്ടിയിട്ട് വേണ്ടേ എന്ന്. അവസരങ്ങൾ എവിടെയാണ് കാണപ്പെടുക എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. എവിടെയാണ് അവസരങ്ങൾ കാണപ്പെടുക? പ്രതിസന്ധികളുടെ നടുവിലാണ് അവസരങ്ങൾ കാണപ്പെടുക. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാതെ, അതിൽ നിരാശനായി ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ പാടില്ല. നിങ്ങൾ ആ പ്രതിസന്ധികളുടെ ഇടയിൽ നന്മ ചെയ്യാനുള്ളൊരവസരം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം. യേശു അതാ പറഞ്ഞ്, അന്വേഷിപ്പിൻ, നീ കണ്ടെത്തും. അവസരങ്ങളായി അന്വേഷിക്കുക, അവസരങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുക, അവസരങ്ങൾക്ക് വേണ്ടി മുട്ടുക. അപ്പോൾ അത് തുറന്നു കിട്ടും, അവസരങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. കഠിനാധ്വാനത്തിലൂടെ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ വിജയികളായി മാറും. ഇത് സാധാരണ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമാണ്. ഇന്ന് ഞാൻ ഇത് വിട്ട് ഒരു കാര്യം കൂടി ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ ആ ഭാഗം, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗം ഇന്ന് എടുക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പല സ്ഥലത്തും ഭാഗ്യവാൻ ആരാണ്, ഭാഗ്യവതി ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചനകൾ തരാം എവിടെയൊക്കെയാണെന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 8 ഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷ ഭാഗ്യങ്ങൾ. മലയിലെ പ്രസംഗം എന്ന പേരിൽ പ്രസിദ്ധമായ ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക.
വളരെ നീണ്ടതായതുകൊണ്ട് ഞാനത് പറയുന്നില്ല, നോക്കി വായിക്കുന്നുമില്ല. നിങ്ങൾ വായിച്ചു നോക്കുക. 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളാണ്. 8 ഭാഗ്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുക സങ്കീർത്തനം 1-ലാണ്. സങ്കീർത്തനം 1 ഇങ്ങനെ പറയുന്നുണ്ട്: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ സഞ്ചരിക്കുകയോ പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. 3 തരത്തിലുള്ള ഭാഗ്യവാന്മാരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക, അത് ചെയ്യാൻ പാടില്ല. പാപികളുടെ വഴിയിൽ സഞ്ചരിക്കാതിരിക്കുക. 3-മത്തേത് പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുക. ആ അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവൻ ഭാഗ്യവാനാണ്. പലപ്പോഴും അങ്ങനെയല്ല, പല അധികാരികളും ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെ പരിഹസിക്കാൻ ഇടയായി. അധികാരം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഭാഗ്യമായി പോയി എന്നൊക്കെ. പക്ഷേ അതുകൊണ്ടായില്ല. അധികാരസ്ഥാനത്തിരുന്ന് മറ്റുള്ളവരെ പരിഹസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ശ്ലാഘിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അവൻ ഒരു ഭാഗ്യവാനാണ്. പാപികളുടെ വഴികളിൽ സഞ്ചരിക്കാതിരിക്കുക. പാപം ചെയ്യാതിരിക്കുക എന്ന് തന്നെ അർത്ഥം. പാപം ചെയ്യാതിരിക്കുന്ന ഒരുത്തൻ അവൻ ശരിക്കും ഭാഗ്യവാനാണ്. മനുഷ്യൻ്റെ നേച്ചർ അനുസരിച്ച് പാപത്തിലേക്ക് ഒരു ഇൻക്ലിനേഷനുണ്ട്, ഒരു ചായ്വുണ്ട്. അപ്പോൾ പാപത്തിൽ ചെന്ന് വീഴാനിടയുണ്ട്. എങ്കിൽ അത് വീഴാതിരിക്കാൻ തക്ക വിധത്തിൽ കരുതലോടെ സഞ്ചരിക്കുന്നവൻ, പാപികളുടെ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുന്നവൻ, അവൻ ഭാഗ്യവാനാണ്. അതുപോലെ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, ഉപദേശകർ ഒരുപാട് പേരുണ്ട്. ദുഷ്ടരുടെ ഉപദേശം അത് തിരിച്ചറിയണം. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് തിരിച്ചറിഞ്ഞ് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഉള്ള വിവേകം ഉണ്ടാവണം. ഇത് സങ്കീർത്തനം 1-ാമത്തെ അധ്യായത്തിൽ, 1-ാമത്തെ അധ്യായം എന്ന് പറയാൻ പാടില്ല, സങ്കീർത്തനങ്ങളൊക്കെ പാട്ടാണല്ലോ, അപ്പോൾ അങ്ങനെ അധ്യായം എന്ന് പറയാൻ പാടില്ല. 1-ാമത്തെ പാട്ട്, അതാണ് 1-ാം സങ്കീർത്തനം, Psalm 1. 1-ാമത്തെ പാട്ടിൽ ഉള്ളതാണ്. ഇവൻ എന്താ ചെയ്യുക, ഈ ഭാഗ്യവാൻ എന്ത് ചെയ്യും എന്ന് തുടർന്നുള്ള വരികളിൽ പറയുന്നുണ്ട്. തുടർന്നുള്ള വരികൾ ഇങ്ങനെയാണ്: അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. ഈ ഭാഗ്യവാൻ ആനന്ദം കൊള്ളുന്നത് എന്തിലാണ്? കർത്താവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുക. കർത്താവിൻ്റെ നിയമത്തിലാണ് അവൻ്റെ ആനന്ദം. അവൻ എന്ത് ചെയ്യുന്നു എന്ന് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്: രാവും പകലും അവൻ അതേക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിൻ്റെ നിയമം ധ്യാനിക്കുകയും അത് ഹൃദയസ്ഥമാക്കുകയും അതനുസരിച്ച് എപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ റെഫറൻസ് ഗ്രന്ഥം കർത്താവിൻ്റെ നിയമാവലിയാണ്. അങ്ങനെയുള്ളവൻ ഭാഗ്യവാനാണെന്നാണ് ഈ 1-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്. അവനെ കണ്ടാൽ തിരിച്ചറിയാനൊരു ലക്ഷണവും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്: ആറ്റുതീരത്ത് നട്ടതും നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണവൻ. ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ആറ്റുതീരത്ത് നട്ട വെള്ളത്തിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല, അതുകൊണ്ട് അതിൻ്റെ ഇല കൊഴിയില്ല, എപ്പോഴും ഇല സമൃദ്ധമായിട്ട് അതിന്മേലുണ്ടാകും. പിന്നെയോ യഥാകാലം ഫലം തരുന്നവൻ, അതാണ് ഭാഗ്യവാൻ്റെ ശരിയായ ലക്ഷണം. ഫലം തരിക എന്നുള്ളതാണ്
നല്ല സൽഫലങ്ങൾ പുറപ്പെടുവിക്കുക. അതാണ് ഒരു ഭാഗ്യവാൻ്റെ ലക്ഷണം. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഭാഗമാണ്. സങ്കീർത്തനം 1 ആദ്യത്തെ 3-4 തിരുവചനങ്ങൾ. രണ്ടാമത് ഭാഗ്യവാന്മാരെക്കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് സങ്കീർത്തനം 32 അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. 32 സങ്കീർത്തനത്തിൽ 1 തിരുവചനം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മനുഷ്യന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാപത്തിൻ്റെ വഴിയിലേക്ക് ഒരു ഇൻക്ലിനേഷനുണ്ട്. അപ്പോൾ ക്രമമല്ലാത്ത പലതും നമ്മൾ ചെയ്യും. അതാണ് അതിക്രമം, അക്രമം എന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അതിന് മാപ്പ് ലഭിച്ചവൻ ഭാഗ്യവാനാണ്. നമ്മളൊരാളോട് തെറ്റ് ചെയ്തു, അത് മാനുഷികമായ ഒരു വീക്ക്നെസ്സായിട്ട്, എന്നാലും മറ്റേയാൾ നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാപ്പ് കിട്ടിയവൻ ഭാഗ്യവാനാണ്. കർത്താവ് കുറ്റം ആരോപിക്കാത്തവൻ. 2 തിരുവചനം അതാണ്. കർത്താവ് കുറ്റം ആരോപിക്കാത്തവൻ, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ ഭാഗ്യവാൻ. 32 സങ്കീർത്തനത്തിൽ 1-2 തിരുവചനങ്ങളാണിത്. കർത്താവ് കുറ്റം ആരോപിക്കാത്തവൻ. ആരെയാണ് കർത്താവ് കുറ്റം ആരോപിക്കാതിരിക്കുക? നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനെ കുറ്റം ആരോപിക്കില്ല. അതുപോലെ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ. ഹൃദയത്തിലെ വഞ്ചന ആർക്കും പെട്ടെന്ന് തിരിച്ചറിയില്ല. അത് ദൈവത്തിന് പക്ഷേ അറിയാൻ പറ്റും. അതാണ് കർത്താവ് കുറ്റം ആരോപിക്കാത്തവനെന്ന് പറയുമ്പോൾ. മനുഷ്യർ കുറ്റം ആരോപിക്കുന്നത് എപ്പോഴാണെന്നോ? മനുഷ്യർ കുറ്റം ആരോപിക്കുന്നത് നമ്മൾ തെറ്റുകൾ ചെയ്ത് കാണുമ്പോഴാണ്. അത് അവർ കാണണം, അറിയണം. നമ്മൾ ചെയ്യുമ്പോഴാണ്, പറയുമ്പോഴാണ് അത് മറ്റുള്ളവർക്കൊരു കുറ്റമായിട്ട്. അവൻ ആലോചിക്കുമ്പോഴോ അതാരാ അറിയുന്നേ? പക്ഷേ കർത്താവ് അതറിയും. അപ്പോൾ ഹൃദയത്തിലെ വഞ്ചന പോലും കർത്താവ് അറിയും. അങ്ങനെ അറിഞ്ഞാൽ കുറ്റം ആരോപിക്കും. അപ്പോൾ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ അവൻ ഭാഗ്യവാനാണ് എന്ന് 32 സങ്കീർത്തനത്തിൽ പറയുന്നു. ഇനിയും 128 സങ്കീർത്തനത്തിലൊരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്. 128 സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അതാണ് 128 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ വിചാരിക്കുന്നത് പോലെ, പോലീസുകാരനെ ഭയപ്പെടുന്നത് പോലെയല്ല കർത്താവിനെ ഭയപ്പെടുന്നത്. അപ്പനെയും അമ്മയെയും ഭയപ്പെടുന്നതും അതുപോലെ തന്നെയാണ്. പോലീസുകാരനെ ഭയപ്പെടുന്നത് പോലെയല്ല. ഒരു അധ്യാപകനെ ഭയപ്പെടുന്നത്, അപ്പനെയും അമ്മയും ഭയപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഏറ്റവും അപ്പൻ ശിക്ഷിക്കും. പണ്ടത്തെ അപ്പന്മാരൊക്കെ ശിക്ഷിച്ചിരുന്നു. ഇപ്പോഴത്തെ അപ്പന്മാരൊന്നും അങ്ങനെ ശിക്ഷിക്കുന്നവരല്ല. അവർ കൂടുതൽ ലാളിക്കുന്നെങ്കിലേ ഉള്ളൂ. നമ്മളൊരു കാര്യം പ്രവർത്തിച്ചു, അത് അപ്പനും അമ്മയ്ക്കും ഇഷ്ടമാകുമോ ഇല്ലയോ, ആ ചിന്ത ഉള്ളതാണ് അപ്പനെയും അമ്മയും ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ. എന്താ അവിടുത്തെ ഭയം? എൻ്റെ ഈ പ്രവൃത്തി മൂലം ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹ കൂട്ടായ്മയിൽ നിന്ന്, സ്നേഹ കരവലയത്തിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ആ ചിന്ത. അതാണ് അപ്പനോടും അമ്മയോടും ഉണ്ടായിരിക്കേണ്ട ഭയം. അധ്യാപകരോടും ഉണ്ടായിരിക്കേണ്ട ഭയം അത് തന്നെയാണ്. അല്ലാതെ അധ്യാപകൻ ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല. പണ്ടൊക്കെ അധ്യാപകർ കണ്ടമാനം ശിക്ഷിച്ചിരുന്നു.
അത് ശിക്ഷയല്ല, വാസ്തവത്തിൽ അത് ശിക്ഷണമായിരുന്നു. പലപ്പോഴും അത് തിരിച്ചറിയാതെ പോവുകയാണ്. പക്ഷെ ഇപ്പോൾ ശിക്ഷയുമില്ല ശിക്ഷണവുമില്ലാത്ത ഒരവസ്ഥയാണ്. കുറ്റം കണ്ടാൽ അത് തിരുത്താനോ ഒക്കെ ശ്രമിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും അധ്യാപകൻ സേഫായിട്ടുള്ള ലൈൻ സ്വീകരിക്കുകയാണ്. മിണ്ടാൻ പോണ്ട, അങ്ങനെ ഒരു ലൈൻ. പക്ഷെ അങ്ങനെയല്ല, അധ്യാപകൻ തിരുത്തണം. അധ്യാപകന് ഇഷ്ടക്കുറവ് വരുമോ എൻ്റെ ഈ പ്രവൃത്തി? ഞാനിന്ന് പഠിച്ച് ചെന്നില്ലെങ്കിൽ, ഞാനിന്ന് സ്കൂളിൽ ചെന്നില്ലെങ്കിൽ അധ്യാപകന് ഇഷ്ടക്കുറവ് വരുമോ? ആ ഭയം ഉണ്ടെങ്കിൽ അവൻ ഇന്ന് മുടങ്ങില്ല. ഞാൻ പഠിക്കാതെ ചെന്നാൽ അധ്യാപകന് ഇഷ്ടക്കുറവാവില്ലേ? തീർച്ചയായിട്ടും എന്നോട് മാഷ് ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മാഷ മുഖം മ്ലാനമാകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പഠിച്ചു പോകുന്നു. അത് അധ്യാപകന് ഭയപ്പെടേണ്ട രീതി അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തെയും ഭയപ്പെടേണ്ടത്. ദൈവം ശിക്ഷിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ഭയത്തിൻ്റെ കാരണം. ദൈവം ശിക്ഷിക്കുന്നവനല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ദൈവം ശിക്ഷിക്കുന്നില്ല. നമ്മുടെ മരണശേഷം വിധി ദിവസമാണ് നമുക്ക് ശിക്ഷ തരുള്ളൂ. അതുറപ്പാണ്. അനുദിനം കണക്ക് തീർക്കുന്ന ഒരാളല്ല ദൈവം. അനുദിനം കണക്ക് തീർക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ നമ്മളൊന്നും ഇന്ന് ജീവിച്ചിരിക്കില്ല. അതാണ് അതിൻ്റെ തെളിവ്. എനിക്ക് നല്ല ഉറപ്പാണ്, ദൈവം അനുദിനം കണക്ക് തീർക്കുന്നവനല്ല. ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു, നമ്മളിൽ പലരും ജീവിച്ചിരിക്കില്ലായിരുന്നു. അത്രയ്ക്ക് മാത്രം തെറ്റുകളും കുറ്റങ്ങളും നമ്മളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പക്ഷേ എനിക്ക് പറയാം, എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട്. ദൈവം എന്നെ ശിക്ഷിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഉറപ്പാണ്, എനിക്ക് അവസാനം ഒരു ശിക്ഷാവിധി ഉണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അതിന് കാരണവും എനിക്ക് കൃത്യമായിട്ടറിയാം. കർത്താവ് നീതിമാനാണ്. നീതിമാനായ ജസ്റ്റിസ്, നീതി എന്താണോ അത് അത് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മളെ ശിക്ഷിച്ചേ പറ്റൂ. അങ്ങനെയാണ്. ഒരു പക്ഷേ ദൈവം ആഗ്രഹിച്ചിട്ടാവില്ല, പക്ഷെ നീതിമാനായതുകൊണ്ട് ശിക്ഷിച്ചേ മതിയാവോ, ശിക്ഷ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ നമുക്ക് അവിടുന്ന് ശിക്ഷ തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭയം ഇതായിരിക്കണം, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുമോ എന്നുള്ള ഭയം. അതാണ് ദൈവഭയം ഉള്ളവൻ. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ അവൻ അനുഗ്രഹീതനാകും. അവൻ്റെ കുറേ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 128 സങ്കീർത്തനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 4, 5, 6 വരികളേ ഉള്ളൂ. അത് വായിക്കാൻ 5 സെക്കൻഡേ വേണ്ടു. അതൊന്ന് വായിച്ചു നോക്കാൻ 5 സെക്കൻഡേ വേണ്ടു. മക്കളുടെ മക്കളെയും ഒക്കെ കാണാൻ അവൻ അനുഗ്രഹം ഉണ്ടാകും. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ നന്മകൾ കാണും. അങ്ങനെയൊക്കെയുള്ള കർത്താവിനെ ഭയപ്പെടുന്നവന് കൊടുത്തിട്ടുള്ള ഭാഗ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. 128 സങ്കീർത്തനം 3 സെക്കൻഡേ അത് വായിക്കാൻ എടുക്കുകയുള്ളൂ. ഞാൻ എല്ലാ ദിവസവും രാവിലെ വായിക്കുന്ന ഒരു ഭാഗമാണ് 128 സങ്കീർത്തനം. 32 അതുപോലെ 1 സങ്കീർത്തനമൊക്കെ ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ എന്നും വായിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ്. ഇനി ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളത് പ്രഭാഷകൻ്റെ പുസ്തകമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 26 അധ്യായം 26 അധ്യായത്തിൽ 1 തിരുവചനം തന്നെ ആരാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വിവാഹിതരായ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അതിനോട് ചേർന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല, അണ്ടർസ്റ്റുഡായിട്ട് ഒരു വാചകമുണ്ട്. എന്താണത്? അണ്ടർസ്റ്റുഡായിട്ട് ഉത്തമനായ ഭർത്താവുള്ളവൾ ഭാഗ്യവതി. ഒരു ഭാര്യ എപ്പോഴാണ്
ഭാഗ്യവതിയാകുന്നത്, ഒരു സ്ത്രീ എപ്പോഴാണ് ഭാഗ്യവതിയാകുന്നത്? അവളുടെ ഭർത്താവ് ഉത്തമനാകുമ്പോൾ. ഒരു ഭർത്താവ് എപ്പോഴാണ് ഭാഗ്യവാൻ ആകുന്നത്? അവളുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉത്തമയായ ഭാര്യയാകുമ്പോഴാണ്. ഉത്തമയായ ഭാര്യ അത് ആർക്കാണ് ലഭിക്കുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ തൊട്ട് താഴെ അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ഉത്തമയായ ഭാര്യ. കർത്താവിനെ ഭയപ്പെടുന്നവൾക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ഉത്തമനായ ഭാര്യ, ഭർത്താവ്, ഉത്തമനായ ഭർത്താവ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവിനെ ഭയപ്പെടുക, അതായത് തെറ്റായ രീതികളിലൊന്നും നമ്മൾ പോകാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തമയായ ഒരു ഭാര്യയെ, ഉത്തമനായ ഒരു ഭർത്താവിനെയും കിട്ടും. ദൈവഭയം ഉള്ളവർക്ക് പലർക്കും അതില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അത് നന്നായിട്ട് വായിച്ചു നോക്കേണ്ട ഒരു ഭാഗമാണ് 26 പ്രഭാഷകൻ്റെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ 1, 2, 3 ഒന്നാമത്തെ തിരുവചനം വായിച്ചാൽ മതി. ഇനിയും ഒരു ഭാഗത്ത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ തിരുവചനത്തിൽ ഒരു ഭാഗ്യവതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 2 തരത്തിലാണ് അവിടെ ഭാഗ്യവതി ആയത്. ഒന്ന്, അവൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. ആരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, കർത്താവിൽ വിശ്വസിക്കുന്നുവോ, അവരൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. സുവിശേഷം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, പുതിയ നിയമത്തിൽ യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെയാണോ അത്ഭുതങ്ങൾ ചെയ്തത് അവരൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. അവർ വിശ്വസിച്ചത് എന്താണ്? അവർ വിശ്വസിച്ചത് ദൈവം അരുളി ചെയ്തത് നിറവേറും എന്ന് ആണ്. ദൈവവചനമാണ് വിശ്വസിച്ചത്. ഇവിടെ എലിസബത്ത് മറിയത്തോട് പറയുന്ന വാചകമാണ് ലൂക്ക 1:45. കർത്താവ് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തെക്കുറിച്ച് എലിസബത്ത് പറയുന്ന വാചകം. ഇത് മറിയത്തിന് മാത്രമല്ല, ദൈവവചനം അനുസരിക്കുന്ന എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന ഒന്നാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ഒന്നാണ് ഈ ഭാഗ്യം. കർത്താവിൻ്റെ തിരുവചനം നടപ്പാകുമെന്ന് വിശ്വസിക്കുന്നവർ, കർത്താവിൻ്റെ തിരുവചനം വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മെനി ഫോൾഡ്, ഒന്നല്ല മെനി ഫോൾഡ് ഭാഗ്യമുണ്ടാവും. നിരവധിയായ ഭാഗ്യങ്ങൾ കരഗതമാകും. അതാണ് ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഭാഗ്യവാനും ഭാഗ്യവതിയും എവിടെയൊക്കെയാണുള്ളത് എന്ന് പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എടുത്തെന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് കൂടുതൽ വിശദമാക്കിയില്ല, 8 ഭാഗ്യങ്ങളെക്കുറിച്ച്. ബാക്കി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ഇനി ദൈവവചനം അനുസരിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ച്, നിരവധിയായ ഭാഗ്യങ്ങളെക്കുറിച്ച് ആണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്.